ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നാം ഭഗവാനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് നാം ആരാണെന്നും മനസ്സിലാക്കി, ഭഗവാൻ ആരാണെന്നുള്ള കാര്യവും മനസ്സിലാക്കി. ഇനി ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നമുക്ക് 4 യുഗങ്ങളെ പറ്റി മനസ്സിലാക്കാം, 4 യുഗധർമ്മങ്ങളെ പറ്റിയും മനസ്സിലാക്കാം. 4 യുഗങ്ങൾ: സത്യുഗം അഥവാ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യയുഗത്തെ പറ്റി നമുക്കൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് സത്യയുഗത്തെ സുവർണ കാലഘട്ടം എന്നും വിളിച്ചിരുന്നു. ആ സമയത്ത് ആൾക്കാർക്ക് 1,00,000 വർഷം ആയുസ് ഉണ്ടായിരുന്നു. ഈ കാലയളവ് ഏകദേശം 17,28,000 വർഷം. അത്രയും വളരെ നീണ്ട കാലയളവായിരുന്നു സത്യയുഗത്തിനുണ്ടായിരുന്നത്. ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രക്രിയ ഈ കാലയളവിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുക എന്നതായിരുന്നു. ആ സമയത്തെ ആൾക്കാരിൽ ഒട്ടുമിക്ക ആൾക്കാരും ഗുണത്തിലുള്ള ആൾക്കാരായിരുന്നു. പണ്ട് പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, പണ്ട് പുരാണത്തില് ഋഷിവര്യന്മാരൊക്കെ 10,000-കണക്കിന് വർഷക്കാലം ഭഗവാനെ ധ്യാനിച്ചിരുന്നുവെന്ന്. അതിൽ വലിയ അതിശയോക്തി ഒന്നും തന്നെ നമുക്ക് തോന്നാനില്ല. കാരണം ആൾക്കാര് സത്വഗുണത്തിലുള്ളവരായിരുന്നു. അവർക്ക് ആയുസ് 1,00,000 വർഷവും ഉണ്ടായിരുന്നു. ഈ കാലയളവിൽ അതായത് ധർമ്മത്തിന്റെ 4 തൂണുകളായിട്ടുള്ള സത്യം, ശൗച്യം, തപസ്യ, ദയ എന്നിവ ഏകദേശം പൂർണ്ണമായി തന്നെ ആദ്യ കാലയളവിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു യുഗത്തിൽ നിന്ന് അടുത്ത യുഗത്തിലേക്ക് വന്നു, അതായത് ത്രേതായുഗം. ത്രേതായുഗത്തിനെ രജത യുഗം എന്നും അഥവാ സിൽവർ ഏജ് എന്നും വിളിച്ചിരുന്നു. ഈ കാലയളവ്, അതായത് ത്രേതായുഗം, ഏകദേശം 12,96,000 വർഷക്കാലമായിരുന്നു. ആൾക്കാരുടെ ആയുസ് സത്യയുഗത്തില് 1,00,000 ആയിരുന്നെങ്കിൽ ത്രേതായുഗത്തിലേക്ക് വന്നപ്പം 10,000 വർഷമായിട്ട് ചുരുങ്ങി. ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രക്രിയ ത്രേതായുഗത്തിലേത് വിശദമായിട്ടുള്ള യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുക എന്നതായിരുന്നു. ധർമ്മത്തിന്റെ 4 തൂണുകളിൽ ഒരു തൂണായിട്ടുള്ള തപസ്യ ഈ കാലയളവിൽ നഷ്ടമായി തീർന്നു. ആൾക്കാര് രജോഗുണത്തിലുള്ളവരായിരുന്നു ഈ കാലഘട്ടത്തിൽ. ഈ സമയത്താണ് വർണ്ണാശ്രമധർമ്മം ഭഗവാൻ സ്ഥാപിക്കുന്നത്. ഇതിനുശേഷം അടുത്ത യുഗം വന്നപ്പോൾ, അതായത് ദ്വാപരയുഗത്തിന് കോപ്പർ യുഗം അഥവാ താമ്രയുഗം എന്നും അറിയപ്പെട്ടിരുന്നു. ഈ സമയത്ത് ആൾക്കാരുടെ ആയുസ് 1000 വർഷത്തിലേക്ക് ചുരുങ്ങി. അതുപോലെ തന്നെ കാലയളവ് 8,64,000 വർഷം മാത്രമായിരുന്നു. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഈ ദ്വാപരയുഗത്തിലെ പ്രക്രിയ എന്നത് അമ്പലത്തിൽ പോയിട്ടുള്ള വിശദമായിട്ടുള്ള വിഗ്രഹ ആരാധന ആയിരുന്നു. ആൾക്കാർക്ക് രജോ ഗുണവും തമോ ഗുണവും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗുണത്തിലായിരുന്നു ആ സമയത്തെ ആൾക്കാർ ഉണ്ടായിരുന്നത്. കൂടാതെ നാം നേരത്തെ പറഞ്ഞതുപോലെ ധർമ്മത്തിന്റെ 4 തൂണുകൾ, അതിൽ വീണ്ടും അടുത്ത ഒരു തൂണും കൂടെ നഷ്ടമായി. അതായത് ശൗച്യം അഥവാ ശുചിത്വം, ആ ഒരു തൂണും കൂടെ നഷ്ടമായി. ദൈവിക ഗുണത്തിന്റെ ഏകദേശം 50% ഈ ഒരു കാലഘട്ടത്തില് ദൈവിഗുണം 50% താഴോട്ട് വന്നു. ദ്വാപര യുഗം കഴിഞ്ഞിട്ടുള്ള അടുത്ത യുഗം കലിയുഗം. നാം എല്ലാം കലിയുഗത്തിലാണ് വസിക്കുന്നത്. 4,32,000 വർഷമാണ് കലിയുഗത്തിൻ്റെതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏകദേശം 5,000 വർഷങ്ങൾ നാം കടന്നിരിക്കുന്നു. പുരാണത്തിൽ ഒക്കെ നേരത്തെ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് കലിയുഗത്തില് അവസാന സമയമാകുമ്പം നമ്മുടെ ആയുസ്, ഇപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന ആയുസ് 100 വർഷമാണ്. എന്നാൽ കാലം കഴിയും തോറും ഘോരമായിട്ടുള്ള കലിയുഗത്തിന്റെ സമയം വരുമ്പോഴത്തേക്കും 20 വയസ്സ് ആയിരിക്കും നമ്മുടെ ആയുസ്സെന്നും അവസാനം നമുക്ക് കഴിക്കാൻ വെറും മാംസാഹാരം മാത്രമേ കാണുകയുള്ളെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം വളരെയധികം ഭാഗ്യവാന്മാരാണ്. കാരണം കലിയുഗത്തിന്റെ ഏറ്റവും നല്ല കാലയളവായിട്ടുള്ള ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിലാണ് നാം. കൂടാതെ ഭഗവാൻ നമ്മളോട് വളരെയധികം കരുണാലുവാണ്. കാരണം അദ്ദേഹം കലിയുഗത്തിന്റെ ഏകദേശം ആരംഭ സമയത്ത് തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ അതീന്ദ്ര ഭാവത്തിൽ അവതരിക്കുകയും നമുക്ക് ആത്മസാക്ഷാത്കാരത്തിന്റെ എളുപ്പ വഴിയായിട്ടുള്ള സങ്കീർത്തന പ്രസ്ഥാനം നമുക്ക് നൽകുകയും ചെയ്തു. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ നമുക്ക്
തിരിച്ച്, അതായത് ഈ ഒരു ഭൗതിക അസ്തിത്വം ഇല്ലാതാക്കാനും തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകാനുമായിട്ടുള്ള എളുപ്പ വഴി അത് കലിയുഗത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതില് ശ്രീമദ് ഭാഗവതത്തില് 12ാമത്തെ സ്കന്ധത്തില് 3ാമത്തെ അധ്യായത്തില് 51ാമത്തെ ശ്ലോകത്തില് ഇപ്രകാരം പറയുന്നുണ്ട്: കലേർ ദോഷ നിതേ രാജൻ അസ്തി ഹേകോ മഹാൻ ഗുണ കീർത്തനാദ് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. അതായത് വളരെയധികം കാപട്യത്തിന്റെയും കൽമഷത്തിന്റെയും ബുദ്ധിമുട്ടുകളൊക്കെയുള്ള ഒരു കാലയളവാണ് ഈ ഒരു കലിയുഗമെങ്കിലും ഭഗവാൻ വളരെയധികം ദയാലുവാണ്. അതായത് ഭഗവാന്റെ നാമം ജപം അത് മാത്രം മതി നമുക്ക് തിരിച്ച് ഭഗവത് സന്നിധിയിലേക്ക് പോകാനായിട്ട്. നമുക്കറിയാം ഈ കാലയളവില് വളരെയധികം നമുക്ക് ആയുസ് വളരെ കുറവാണ്. നാം ബുദ്ധിയിൽ വളരെ മന്ദബുദ്ധികളാണെന്ന് നമുക്ക് പറയാം. നമുക്ക് ഓർമ്മശക്തി കുറവാണ്. നമുക്ക് ഒന്നിനും തന്നെ സമയമൊന്നുമില്ല. മറ്റു യുഗങ്ങളെ അപേക്ഷിച്ച് സത്യയുഗത്തില് വളരെ കാലങ്ങളോളമുള്ള ധ്യാനത്തിലൂടെയാണ് ഭഗവത് സാക്ഷാത്കാരം നമ്മൾ നേടിയിരുന്നത്, ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയിരുന്നത്. ത്രേതായുഗത്തില് യാഗങ്ങളും യജ്ഞങ്ങളും വഴിയാണ് നമുക്ക് ഭഗവത് സ്നേഹം നമുക്ക് ലഭിച്ചിരുന്നത്, ഭഗവത് സാക്ഷാത്കാരം ലഭിച്ചിരുന്നത്. പക്ഷെ കലിയുഗത്തിൽ നമുക്കറിയാം യാഗത്തിനും യജ്ഞത്തിനും വേണ്ടിയിട്ടുള്ള സമയം നമുക്കില്ല. അതിനുവേണ്ട ഗുണങ്ങളുള്ള കഴിവുള്ള ബ്രാഹ്മണരില്ല. അതിനുവേണ്ട ശുദ്ധമായിട്ടുള്ള ദ്രവ്യങ്ങൾ നമുക്കില്ല. അതൊന്നും നമുക്ക് സാധ്യമല്ല. നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു തിരക്കിട്ട യാത്രയിലാണ് നാം ഭഗവാനെ പോലും മറന്നിട്ട്. കാരണം നമുക്കൊന്നിനും സമയമില്ല. നമ്മുടെ ഭൗതിക ജീവിതത്തിന് വളരെയധികം കൂടുതൽ പ്രാധാന്യം നൽകി ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം നാം കാലാകാലങ്ങളോളം നമ്മൾ മറന്നു കിടക്കുകയാണ്. അപ്പം ഏറ്റവും എളുപ്പമായിട്ടുള്ള ആ ഒരു പ്രക്രിയ ഭഗവാൻ തന്നെ നമുക്ക് വന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഭഗവാന്റെ നാമം അത് മാത്രം ജപിക്കുക. അതായത് കലിയുഗത്തിൽ ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതായത് കലിയുഗത്തിൽ ഭഗവാന്റെ നാമത്തിലൂടെയാണ് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കലികാലെ നാമരൂപേ കൃഷ്ണ അവതാര. ഭഗവാൻ അവതരിച്ചത് കലികാലത്തില് ആ നാമരൂപത്തിലാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ലഘുവായിട്ടുള്ള ആ ഒരു പ്രക്രിയ നമുക്ക് സ്വീകരിക്കാം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപത്തിലൂടെ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം നേടാം. നമ്മുടെ ഭഗവാനുമായിട്ടുള്ള ആ മറന്നു പോയിട്ടുള്ള ബന്ധം അങ്ങനെ വളരെയധികം വളരെ ശ്രദ്ധയോടുകൂടിയും നമ്മൾ, അതായത് ശ്രവണത്തിലൂടെയും കീർത്തനത്തിലൂടെയും വിഷ്ണു സ്മരണത്തിലൂടെയും, അതായത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, ഇതാണ് 9 തരത്തിലുള്ള നമുക്ക് ഭഗവാനെ, അതായത് 9 തരത്തിൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ടുള്ള പ്രക്രിയകൾ. ഭഗവാന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാനായിട്ടും ഭഗവാനുമായിട്ടുള്ള മറന്നുപോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ടുള്ള 9 തരം പ്രക്രിയകൾ. അതിൽ ശ്രവണത്തിലൂടെയും കീർത്തനത്തിലൂടെയും വിഷ്ണു സ്മരണത്തിലൂടെയും അത് നമുക്ക് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമാണ്. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഭഗവാനെ പറ്റി കേൾക്കാം. അതുപോലെ ഭഗവാന്റെ നാമം നമുക്ക് ജപിക്കാം. കീർത്തനം ആ ജപിക്കുന്നതൊപ്പം തന്നെ നമുക്ക് കേൾക്കുകയും ചെയ്യാം. അതായത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക, കേൾക്കുക, പിന്നെ ഭഗവാനെ ഓർക്കുക. എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇത്. എല്ലാവരും ഭഗവത് നാമം ജപിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. നമസ്കാരം.